നമസ്കാരം. ദ സൈക്കോളജി ഓഫ് ഹോപ്പ്. പ്രതീക്ഷ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയാണ്. പ്രതീക്ഷ കൊണ്ട് മാത്രമാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷയില്ലാത്ത മനുഷ്യൻ ഒന്നുമില്ലാത്ത ശൂന്യമായ ഒരു മനുഷ്യനാണ്. സംശയമല്ലോ ഉണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പണമില്ലാതെ വേണമെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. ആഹാരമില്ലാതെ കുറച്ച് നേരമെങ്കിലും, അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും, അല്ലെങ്കിൽ 2-3 ദിവസമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ പ്രതീക്ഷയില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകും? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളുടെ പ്രതീക്ഷകൾ എന്ന് നഷ്ടപ്പെടുമോ അവിടെ നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും നാം വലിയൊരു തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോൾ, ആരും കൂടെയില്ല എന്ന് തോന്നുമ്പോഴും നാളെ എല്ലാം ശരിയാകുമെന്ന ആ പ്രതീക്ഷ മാത്രമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്, അന്ധകാരത്തിൽ നിന്നും വെളിച്ചത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ തെളിഞ്ഞ ഒരു ദിവസമുണ്ടാകുന്നത് പോലെ, ഒരു രാത്രിക്ക് ശേഷം ഒരു പകലുണ്ടാകുന്നത് പോലെ, ജീവിതത്തിൽ പ്രയാസങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ ഇവയൊക്കെ വരുമ്പോഴും മനുഷ്യൻ്റെ പ്രതീക്ഷയാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെ ആ പ്രതീക്ഷയുടെ പുറത്താണ് അവൻ്റെ ജീവിതം നീങ്ങുന്നത്. പലപ്പോഴും പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുമ്പോൾ മനുഷ്യ ജീവിതം നിരാശയിലേക്ക് കൂപ്പുകുത്തുന്നതായി കാണാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഉള്ളിലെ ആ പ്രതീക്ഷയെ നാം വളർത്തിയെടുക്കണം. ആ പ്രതീക്ഷകൾ കൂടുതൽ കൂടുതൽ സ്വപ്നങ്ങൾ അതിന് പകർന്നു നൽകണം. ആ പ്രതീക്ഷകൾക്ക് ശക്തി പകരണം. ആ പ്രതീക്ഷകളിലൂടെ നമുക്ക് നേട്ടങ്ങൾ കൈവരിക്കണം. അപ്പോൾ നമുക്ക് തകർച്ച സംഭവിക്കില്ല. പലപ്പോഴും ഈ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലാതെ വരുമ്പോൾ മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്നറിയാം? അവന് ജീവിതമാകെ തകർന്നു പോയത് പോലെ, ഇരുട്ടിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ, അവൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും ചെയ്യാനില്ലാത്ത ശൂന്യതയിലേക്ക് അവൻ താഴെ പോകും. അതിൽ നിന്ന് തിരിച്ചു കയറാനാണ് പ്രാർത്ഥനകൾ ഒത്തിരി സഹായിക്കും, ദൈവവിശ്വാസം ഒത്തിരി സഹായിക്കും, ധ്യാനങ്ങൾ ഒത്തിരി സഹായിക്കും, ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ സഹായിക്കും. നമ്മുടെ പ്രതീക്ഷകളെ ഒരിക്കലും കൈവിടരുത്. ആ പ്രതീക്ഷകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കണം. എല്ലാ വിഷമങ്ങളും, പ്രയാസങ്ങളും, വേദനകളും വരുമ്പോഴും നമ്മുടെ ഉള്ളിലെ പ്രതീക്ഷകൾ കൂടുതൽ മനോഹരമാക്കണം. നമുക്കെല്ലാം ശരിയാകും, എല്ലാം നല്ലതാകും, ദൈവം നമ്മളോടൊപ്പം ഉണ്ട്, ദൈവം നമ്മളെ പരിപാലിച്ചോളും. ഈ ചിന്തകളാൽ, പോസിറ്റീവായ ചിന്തകളാൽ, നമ്മുടെ പോസിറ്റീവായ പ്രതീക്ഷകളാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം. അങ്ങനെ നിങ്ങളെല്ലാവരുടെയും ജീവിതം പ്രതീക്ഷകളുടെ, ഒരു പ്രത്യാശയുടെ, ഒരു നന്മയുടെ വഴികളിലൂടെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ കാണാം. താങ്ക് യു.